രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. എത്ര എത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമതരാക്ഷസന്തകം. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് വാൽമീകി രാമായണം അരണ്യകാണ്ഡത്തിലെ 38-ാം സർഗമാണ് ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആ മാരീചനോട് മായാമൃഗം വേഷം ധരിച്ച് രാമനെ മോഹിപ്പിക്കണമെന്നൊക്കെ രാവണൻ പറഞ്ഞപ്പോൾ ആ മാരീചൻ രാമൻ്റെ പരാക്രമത്തിനെ പറ്റി താൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് രാമൻ ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് അനുഭവിച്ചറിഞ്ഞ രാമൻ്റെ പരാക്രമത്തിനെ പറ്റി രാവണനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അന്നൊരിക്കൽ പർവ്വതതുല്യരായ 1000 ആനയുടെ കരുത്തോടു കൂടിയ കിരീട കുണ്ടലങ്ങളൊക്കെ അണിഞ്ഞ് മഹർഷിമാരുടെ മാംസവുമൊക്കെ ഭക്ഷിച്ചുകൊണ്ട് ഞാൻ ദണ്ഡകവനത്തിൽ സഞ്ചരിക്കുകയായിരുന്നു. ആ ധർമാത്മാവായ വിശ്വാമിത്ര മഹർഷി എന്നെ കണ്ട് പേടിച്ചിട്ട് അദ്ദേഹം ദശരഥ രാജാവിനോട് ചെന്ന് പറഞ്ഞു, രാജാവേ, ആ മാരീചനിൽ നിന്ന് എനിക്ക് വലിയ ഭയമുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് അത് തീർക്കാൻ രാമൻ വന്ന് യജ്ഞവേളയിൽ എന്നെ സംരക്ഷിക്കട്ടെ എന്ന്. അപ്പോൾ ദശരഥൻ പറഞ്ഞു, ആ രാമന് 12 വയസ്സ് തികഞ്ഞിട്ടില്ല, അവനെ അസ്ത്രവിദ്യയൊന്നും ഞാൻ പഠിപ്പിച്ചിട്ടുമില്ല, എൻ്റെ സേനയും ഞാനും വരാം. അല്ലെ മുനിശ്രേഷ്ഠ, അങ്ങയെ സംരക്ഷിക്കാൻ വേണ്ടി ആ ശത്രുവിനെ ഞാൻ വധിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ മഹർഷി അദ്ദേഹത്തിനോട് പറഞ്ഞു, രാമനൊഴിച്ച് മറ്റൊരാൾക്കും അയാളോട് യുദ്ധം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. യുദ്ധങ്ങളിലെ ദേവന്മാരെ പോലും തോൽപ്പിച്ചവനാണ് അങ്ങ്. പക്ഷേ അങ്ങയുടെ ഈ പരാക്രമം കൊണ്ട്, അങ്ങയുടെ വലിയ സൈന്യത്തിനെ കൊണ്ട് ഒന്നും ഈ മാരീചനെ തോൽപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ചെറിയ കുട്ടിയാണെങ്കിലും ആ തേജസ്വിയായ രാമനെ എൻ്റെ കൂടെ പറഞ്ഞയക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ രാമനെയും കൊണ്ടേ ഞാൻ പോകൂ എന്ന് വളരെ വാശിയോടുകൂടി അദ്ദേഹം പറഞ്ഞപ്പോൾ ദശരഥൻ വളരെ ദുഃഖത്തോടുകൂടി ആ കുട്ടിയെ അയച്ചു എന്ന് പറയണം. അങ്ങനെ ആ മഹർഷി രാമകുമാരനെയും കൊണ്ട് അവിടെ വന്നുവെന്നും തൻ്റെ ആശ്രമത്തിലേക്ക് വന്നുവെന്നും ദണ്ഡകാരണ്യത്തിൽ യജ്ഞദീക്ഷിതനായി ഇരിക്കുന്ന ആ മഹർഷിയെ കത്തുകൊണ്ട് രാമൻ അവിടെ നിന്നു എന്നും ചെറുഞ്ഞാണൊലിയൊക്കെ ഇട്ടുകൊണ്ട് രാമൻ അവിടെ നിന്നു എന്നും പറയുകയാണ്. ആ രാമന് മീശ മുളച്ചിട്ട് പോലുമില്ല, വളരെ ശ്രീമാനാണ്, കറുത്ത വർണ്ണമുള്ളവനാണ്, കാണാൻ നല്ല ഭംഗിയുള്ളവനാണ്. ഒരു വസ്ത്രം മാത്രമേ ധരിച്ചിട്ടുള്ളൂ. ആ കുടുമയൊക്കെ വളർത്തിയിട്ടുണ്ട്, ആയുധപാണിയാണ്, വളരെ കുറ്റിയാണ്. അങ്ങനെയുള്ള അവൻ കനകമാലയും അണിഞ്ഞ് ഉദിച്ചു വരുന്ന ഒരു ചന്ദ്രക്കല പോലെ ദണ്ഡകാരണ്യത്തിനെ തൻ്റെ തേജസ് കൊണ്ട് പ്രകാശിപ്പിച്ചുകൊണ്ട് നിന്നു എന്ന് പറയാണ്. അങ്ങനെയുള്ള രാമൻ്റെ അടുത്തിലേക്ക് ഞാൻ എൻ്റെ ശക്തി കൊണ്ട്, മേഘതുല്യനായ ഞാൻ കനകകുണ്ടലങ്ങളൊക്കെ അണിഞ്ഞ് എൻ്റെ വരബലത്തിൻ്റെ ശക്തി കൊണ്ട് ഞാൻ അങ്ങോട്ട് ചെന്നു എന്ന് പറയാണ്. ആയുധമേന്തി എത്തിയ എന്നെ അവൻ കണ്ടു. എന്നെ കണ്ടതും ഒരു പരിഭ്രമവും കൂടാതെ വില്ലിൽ അമ്പു തൊടുത്തു. ഇവൻ വെറും കുട്ടിയല്ലേ എന്ന് വിചാരിച്ച് വിഡ്ഢിയായ ഞാൻ വേഗം വിശ്വാമിത്രൻ്റെ വേദിയിലേക്ക് പാഞ്ഞു എന്ന് പറയാണ്. പക്ഷേ ശത്രുക്കളെല്ലാം നശിപ്പിക്കാൻ കഴിയുന്ന ഒരു കൂരമ്പ് ആ രാമൻ എൻ്റെ നേരെ തൊടുത്തു. അതേറ്റപ്പോൾ ഞാൻ കടലിൽ 100 യോജന അകലെയാണ് പോയി വീണത്. എന്നെ കൊല്ലണമെന്നുള്ള ഉദ്ദേശം രാമൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതുകൊണ്ട് മാത്രമായിരിക്കും രാമൻ അപ്പോൾ കൊല്ലാതെ എന്ത്. രാമൻ്റെ ആ ശരവേഗം കൊണ്ട് ഞാൻ ബോധം കെട്ട് സമുദ്രത്തിൽ വീഴുകയാണ് ഉണ്ടായത്. കുറേ നേരം അവിടെ ബോധഹീനനായി കിടന്ന ശേഷം ആണ് ഞാൻ ലങ്കാപുരിയിലേക്ക് തിരിച്ചു പോകുന്നത്. അതുകൊണ്ട് അന്ന് അസ്ത്രവിദ്യകളൊന്നും പഠിക്കാത്തവനും കുട്ടിയുമായ ബാലൻ നിഷ്പ്രയാസം എന്നെ ഓടിപ്പിക്കുകയും എൻ്റെ സഹായികളെ മുഴുവൻ കൊല്ലുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ വിലക്കിയിട്ടും, അല്ലേ രാവണ, നീ ഇപ്പോൾ രാമനുമായിട്ട് ഒരു യുദ്ധത്തിന് പുറപ്പെട്ടാൽ നിനക്ക് വലിയ ആപത്തുണ്ടാവും. വേഗം നിൻ്റെ കഥയും തീരും. കളിയും പാട്ടും ഉത്സവങ്ങളുമൊക്കെ കണ്ട് ഉല്ലസിക്കുന്ന ഈ രാക്ഷസന്മാർക്കൊക്കെ നാശം വരും, ദുഃഖമുണ്ടാവും. ഈ മേടകളും മാളികകളും പലതരം രത്നങ്ങളും കൊണ്ട് അലങ്കൃതമായ ലങ്കാപുരി ആ ഒരു സീത മൂലം മുടിയുന്നതായിട്ട് നിനക്ക് കാണേണ്ടി വരും. ശുദ്ധന്മാരായ ആളുകൾ പോലും പാപമൊന്നും ചെയ്യാതെ പാപികളായുള്ള സംസർഗം കൊണ്ട് പാമ്പിൻ കയത്തിലെ മീനുകളെപ്പോലെ മറ്റുള്ളവരുടെ പാപം കൊണ്ട് നാശമടയും. ദിവ്യചന്ദനങ്ങൾ ചാർത്തി ദിവ്യാഭരണങ്ങൾ അണിഞ്ഞ് നടക്കുന്ന രാക്ഷസന്മാർ നിൻ്റെ ദോഷം കൊണ്ട് ചത്തു വീഴുന്നത് നീ കാണും. പോരിൽ ആരെങ്കിലുമൊക്കെ ശേഷിക്കുകയാണെങ്കിൽ അവർ നഷ്ടപ്പെട്ട ഭർത്താക്കന്മാരോട് കൂടിയവരും ഒക്കെ ആയിട്ടുള്ള കുറേ ആളുകൾ യാതൊരു ആശ്രയവുമില്ലാതെ അവിടെയും ഇവിടെയും അലഞ്ഞു തിരിയുന്നത് നിനക്ക് കാണേണ്ടി വരും. എല്ലായിടത്തും അമ്പുകളിങ്ങനെ പറന്ന് കളിക്കുന്നത് ഒരു തീ
പിടിച്ച പോലെ നിനക്ക് കാണേണ്ടി വരും. അങ്ങനെ കത്തിച്ച അമ്പലായ രീതിയിലേക്ക് ലങ്ക മാറും. മറ്റൊരു ആളുടെ സ്ത്രീയെ പ്രാപിക്കാനുള്ള ശ്രമം അല്ലെങ്കിൽ അതിനുള്ള ആഗ്രഹത്തിനേക്കാൾ വലിയൊരു പാപം ഈ ലോകത്തില്ല എന്ന് പറയാണ്. നിനക്ക് സ്വന്തമായിട്ട് ആയിരക്കണക്കിന് സ്ത്രീകൾ നിൻ്റെ അന്തഃപുരത്തിലുണ്ടല്ലോ, അല്ലെങ്കിൽ നിൻ്റെ സ്വന്തം ഭാര്യമാരുണ്ടല്ലോ. അവരെയെല്ലാം അവരുമായിട്ടുള്ള പ്രാപിക്കുക എന്നുള്ളതാണ് നല്ലത്. ധനവും മതവും ഒക്കെ കൊണ്ട് നീ ഇങ്ങനെ ചെയ്താൽ നിൻ്റെ നാടും നഗരവും എല്ലാം നശിക്കും. സുന്ദരികളായ സ്ത്രീകളെയും കൂറാവുന്ന നിൻ്റെ സുഹൃത്തുക്കളെയും ഒക്കെ ഉപേക്ഷിച്ചിട്ട് നിനക്ക് ജീവിക്കാൻ കഴിയുകയില്ല. അപ്പോൾ അങ്ങനെ ഇവരോടൊക്കെ ഒത്ത് ജീവിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ നീ എൻ്റെ വാക്കുകൾ കേൾക്കുക. ആ രാമന് വിരോധമായിട്ടുള്ളത് ഒന്നും ചെയ്യാതിരിക്കുക എന്നിങ്ങനെ ആ മാരീചൻ രാവണനെ ഉപദേശിക്കുന്നതാണ് ഈ സർഗത്തിൽ ചർച്ച ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ സർഗം ഇവിടെ സമർപ്പിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം.